ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ചില ആൾക്കാർ വളരെയധിക കാലത്തെ ടെൻഷനാണ് ഈ ഒരു വീഡിയോയോട് നമുക്ക് മാറാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയം വിട്ടിട്ട് ലോങ് ഡിസ്റ്റൻസായി നമ്മൾ മാറി നിൽക്കുകയാണ്, 1 മന്ത് മാക്സിമം ഒക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതെന്താണ് ഉപകാരം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊരു ക്യാമറ കൂടി നമുക്കിതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്കിത് വർക്ക് ചെയ്യാനൊക്കെ നോക്കാം. അപ്പോൾ ഫുഡ് നമ്മൾ ഇതുപോലെ റീഫിൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നില്ല. ആക്ച്വലി ഈ ഒരു സാധനം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഫീഡ് ഞാനിവിടെ ഇല്ലാത്ത ടൈമിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉള്ള ടൈമിൽ ഞാൻ ലൈഫ് ഫീഡും അതുപോലെ തന്നെ പെല്ലറ്റ് മാറി ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഇപ്പോൾ വെക്കേഷൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫീഡർ തന്നെയാണ്. ഇങ്ങനൊരു ഫീഡർ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അത്രയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫീച്ചറുള്ളൊരു AI അടങ്ങുന്ന ഒരു ഫീച്ചറുള്ളൊരു ഫിഷ് ഫീഡറാണ് ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്ന ഈ ബ്ലൂ ലൈറ്റ് നമുക്ക് വൈഫൈയിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത്രയും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫീച്ചറുകളാണ്. നമുക്കിതിൽ വൈഫൈയും കൂടി നമുക്കിതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഈ ഒരു കാണുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിൽ കാണുന്നതിൻ്റെ പവർ കേബിൾ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ കപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ പെല്ലറ്റാണോ ഫ്ലക്സ് ആണോ നമുക്കിതിൽ എന്താണ് നമുക്ക് ഫീഡിങ് എന്നുള്ളത് നമുക്ക് നിറയ്ക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്, നമുക്ക് മാനുവലായിട്ട് കൊടുക്കാനും ചെയ്യാനുണ്ട്. നമുക്ക് ആ സ്വിച്ച് നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം. ഈ കാണുന്ന ആ ലൈറ്റിൻ്റെ അപ്പുറത്തുള്ള ഈ സ്വിച്ചാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാനുള്ള ഇത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സാധനം വളരെയധികം ഈ പുഷ് ചെയ്തിട്ട് ഓപ്പൺ ആയതിനു ശേഷം കറക്റ്റായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല, എററാണ് കാണിക്കുക. അപ്പോൾ അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു കാര്യങ്ങളും ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഈ ഒരു മൊബൈലുമായി കണക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണുന്നുണ്ടാവും ഇതിലെങ്ങനെയാണ് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ക്യാമറ എങ്ങനെയാണ് സ്കാൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട് ക്യാമറ. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങളുടെ ഫിഷിനെ നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം. എത്ര ടൈം വേണം ഫീഡ് ചെയ്യാം. നമുക്ക് ഫിഷിന് എന്തെങ്കിലും സിക്നെസ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നുകൊണ്ട് നമുക്ക് വാച്ച് ചെയ്യാം. അത്രയും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫീച്ചറുള്ളൊരു ഫിഷ് ഫീഡറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട പോലെ എങ്ങനെ കണക്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് നിങ്ങളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മിഡിൽ കാണുന്നതാണ് ഓൾമോസ്റ്റ് ഇതിൽ ലൈവ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാമറയുടെ ക്ലാരിറ്റി. അപ്പോൾ നമുക്ക് അക്വേറിയത്തിൽ ഫിഷിന് സിക്കുണ്ട്, നമുക്ക് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ഫുഡ് എടുക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്രയും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫിഷ് ഫീഡറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് വെക്കേഷൻ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫിഷ് ഫീഡർ വളരെയധികം ഉപകാരമുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്വേറിയം എവിടെ നിന്നുകൊണ്ടും നിങ്ങളുടെ അക്വേറിയത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അക്വേറിയത്തിന് പെട്ടെന്ന് ഒരു ലീക്കേജ് ഉണ്ടായി, അതുപോലെ തന്നെ സ്കിമ്മറോ അതുപോലെ തന്നെ ഒരു ഓവർഫ്ലോ ഉണ്ടായി, എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കൂടി വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റുകളെല്ലാം തന്നെ ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ മീൽ പ്ലാനുകളും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള മീൽ പ്ലാനാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് 3 ടൈമോ 4 ടൈമോ ഒക്കെ നമുക്ക്
അതുപോലെ തന്നെ എത്ര സമയം വെച്ചിട്ട് കൊടുക്കണം എന്നെല്ലാം തന്നെ ഇതിൽ വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇതിൽ. അതുപോലെ തന്നെ ഫീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളായി എല്ലാം തന്നെ വളരെയധികം ഉപകാരമുള്ളൊരു ഫിഷ് ഫീഡറാണ് ഇത്. മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നതും ഒരു ചെറിയൊരു ഫിഷ് ഫീഡറാണ്. അപ്പോൾ ഞാനത് വരുന്ന ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്നുകൊണ്ടും നമുക്ക് ഈ ഫിഷിനെ നമുക്ക് വാച്ച് ചെയ്യാമെന്നാണ് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കറിയാം, ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ആൾക്കാർക്ക് അറിയാം, ചില സമയത്ത് അക്വേറിയം ലീക്ക് ആവാറുണ്ട്. അതുപോലെ തന്നെ ഫിഷിന് സിക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അക്വേറിയത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരാളെ വെക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെ ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫിഷ് ഫീഡറാണ് ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ ആകെ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് 24 hours ഫീഡിങ്ങും അതുപോലെ തന്നെ 12 hours ഫീഡിങ്ങും മാത്രമാണ് ഇതിലുള്ളത്. ഇതും വളരെയധികം ഒരു ഗുണനിലവാരമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. ഈ ഒരു സംഭവം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് ഫീഡ് ചെയ്യാനും ആ ഒരു ബ്ലൂ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനുവലായിട്ട് നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ ഇതുപോലെ തന്നെ സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കാറ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സൂക്ഷിക്കാം 12 hour 24 hours എന്നാണ്. അപ്പോൾ ഞാനതിൽ 12 hour, അപ്പോൾ 2 ടൈം ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കും 12 hourൽ. അപ്പോൾ നമ്മൾ ഏത് ടൈമാണ് തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ 12 hour കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡിങ് നടക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുത്തിട്ട് നമുക്കിതിൽ ഫിഷ് ഫുഡൊക്കെ നിറയ്ക്കാം. അതുപോലെ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് എത്രയാണ് നമുക്ക് ഫിഷ് ഫുഡ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയും ഈ ഒരു നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വോളിയം കണ്ട ചെറുത് വലുത് എന്നുള്ളത് കണ്ടില്ലേ, അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫിഷ് ഫീഡ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ മുമ്പുള്ള കാലങ്ങളിൽ ഞാൻ വെക്കേഷൻ പോകുമ്പോൾ ഈ ഒരു ഫിഷ് ഫീഡറാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് വെക്കേഷൻ പോകുമ്പോൾ ഞാൻ നമ്മുടെ AI ഫീച്ചറുള്ള ഫിഷ് ഫീഡറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മുമ്പത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിരിക്കും ആ ഒരു ഫിഷ് ഫീഡർ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അക്വേറിയത്തിൽ ആ ഒരു ഫിഷ് ഫീഡറിൻ്റെ ക്യാമറ അതൊക്കെ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ മാഗ്നറ്റിക് ഒരു ക്ലാമ്പ് വഴിയാണിത് ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്റ്റിക്കായിട്ടിരിക്കും. മാഗ്നറ്റിക് ഒരു ഫീച്ചറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറ. നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള ഒരു വെബ് ക്യാമൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് രീതിയിലുള്ള ഒരു ക്യാമറയൊക്കെയാണിത്. ഇതൊരു 2 MB ഒരു ക്യാമറയാണെന്നാണ് തോന്നുന്നത്. 2 MB അത്യാവശ്യം നമുക്ക് ഫിഷിനെ നിരീക്ഷിക്കാൻ പറ്റിയൊരു ക്ലാരിറ്റി ഞാൻ നേരത്തെ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. ഈ ഒരു ക്ലാരിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഫിഷ് എന്തെങ്കിലും ഫുഡ് എടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഫിഷിന് എന്തെങ്കിലും സിക്നെസ്, ലീക്കേജ്, അങ്ങനെ നമുക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം ഈ ഒരു ക്യാമറയിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും തന്നെ ഈ ഒരു ഫിഷ് ഫീഡർ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നമുക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് ഫീച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യണം എന്നുള്ളവർ മാത്രം നമുക്ക് ഇങ്ങനെ ഒരു ഫിഷ് ഫീഡറൊക്കെ, അതുപോലെ തന്നെ നമ്മൾ അടുത്തുണ്ട് ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ അക്വേറിയം വിട്ട് എവിടേക്കും പോകുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് ഫീഡർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷ് ഫീഡർ നമ്മൾ കൊടുക്കുന്ന ലൈഫ് ഫീഡിൻ്റെ അത്ര കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ഫിഷ് ഫീഡറും വളരെയധികം നല്ലൊരു ബെറ്റർ റിസൾട്ട് തരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഫിഷ് ഫീഡറിൽ എങ്ങനെയാണ് ഫിഷ് ഫുഡ് നമുക്ക് ജസ്റ്റ് ഓട്ടോമാറ്റിക് ഫുഡ് കൊടുക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ സാധിക്കേണ്ട ഫിഷ് ഇങ്ങനെ ഇത്രയും ഒരു എമൗണ്ടിൽ നമുക്ക് എത്ര എമൗണ്ടാണ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫിഷ് നമ്മുടെ എല്ലാ ഫിഷും നല്ല കണ്ടീഷനാണ്, ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫിഷ് ഫീഡർ വാങ്ങിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ.